Fire India? It was a nightmare to be stuck on the island. But also a good dream too, kinda. You know, with her. I don't know where we are, but I'll get us out of here, Kelly. I promise. ഇന്ന് വിളിക്കണ്ട, നാളെ വിളിച്ചിട്ട് വന്നാലേ ഹെച്ചക്ക ഇത് അല്ല ആ പെണ്ണ് വന്നണക്കെ ആദ്യമൊക്കെ നീ പൈസ അത് കഴിഞ്ഞപ്പോ ഒരുപാട് കടമായി. മൊബൈൽ ആയി വീണ് പോയി പൊട്ടി. മൊബൈല് നമ്പർ നിനക്ക് അവർ ഇട്ട് തരും. ഞാൻ ഹരിയോട് പറയാം. ഹരി I don't know where we are, but I'll get us out of here, Kelly. I promise. പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമല്ല, അത് ഒരു ആൾക്കാരല്ല, പലരും ഉപയോഗിക്കുന്ന വേറെ എല്ലാം പല ആൾക്കാർ ഉപയോഗിക്കുന്നത്. പിന്നെ ആഹാരം പിന്നെ ഒരു നേരത്തെ ആഹാരത്തിന് കാണിച്ചു ചാർജ് ചെയ്യുന്നതിന് ചാർജ് ചെയ്യാൻ എടുക്കണം. അത് ഇമ്മിട്ടാണ് ഇതുപോലെ ചാർജ് ചെയ്താലേ വിളിക്കാൻ പറ്റുള്ളൂ. കുറെ ആവുമ്പോഴേ കുറച്ച് 3-4 മാസം ആകുമ്പോൾ നീ വേറെ എവിടെയെങ്കിലും പുറത്ത് നോക്കണം ജോലി. അവിടെ ഇരുന്നു മൊബൈൽ ഇട്ട് കൊടുക്കണം. ശമ്പളം കിട്ടിയത് പറയണം ഇത്രയേ ഉള്ളെന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. Free Fire? It was a nightmare to be stuck on the island. But also a good dream too, kinda. You know, with her. Battle Royale. Battle style. I don't know where we are, but I'll get us out of here, Kelly. I promise. അവൻ പറയാം മാസം പിന്നെ പോട്ടെ. അപ്പൊ അരി പറയുക എന്നെ വിളിച്ച് ചോദിക്കും.
ഒരു എനിക്കല്ല എൻ്റെ വാങ്ങാൻ ഒരു മാസത്തേക്ക് 100 രൂപ അച്ഛൻ മൊത്തം എല്ലാം കൂടെ ഹോസ്പിറ്റലിൽ പോകുന്ന മാസമേ ഉള്ളൂ എല്ലാത്തിനും Double takedown. ഇതൊക്കെ ഹരിയോട് പറയുമ്പോ ഹരി പറയടി അച്ഛനും അമ്മയ്ക്കും ചെലവുള്ള കാശ് നീ കൊടുക്കണം അവന്റെ ഇല്ല ഇത് കാര്യമായിട്ട് നീ അവനോട് പറയണം ഉപദേശമൊന്നുമല്ല എനിക്ക് ഇത് തന്നെ അവിടെ കപ്പറി കിട്ടുമായിരുന്നു എന്നിട്ട് ഒരു കാശും ഒന്നും തികഞ്ഞില്ല ഇവിടുത്തെ ചേട്ടനോട് പറഞ്ഞു തരാം ചേട്ടനത് ഈ മാസം ഇനി എനിക്ക് അടുത്ത മാസം എനിക്ക് ശമ്പളം കൊടുത്ത് തരാൻ ഹരിയോട് പറയണം ഹരി പറയണം ഹരിച്ചേട്ടാ പറയണം എനിക്ക് അടുത്ത മാസം ശമ്പളം കൊടുത്ത് തരണം ഇത് കിട്ടിയാൽ ഒന്നും നടക്കത്തില്ല സൊസൈറ്റി തന്നെ കൊടുക്കാൻ കാശാവും എന്ന് പറയണം ലോൺ എടുത്തേക്ക് അച്ഛനോട് ഞാൻ പറയും ചോദിക്കാൻ പറയും നമ്മൾ അത്രേ കൊടുക്കുന്നുള്ളൂ തന്നുള്ളൂ എന്ന് വിളിച്ചു ചോദിക്കാൻ പറയും പറഞ്ഞില്ലേ നീ പോയി takedown. അതാ 40 കിട്ടണ്ടേ ഇതിപ്പോ ഇതായിട്ടായിരിക്കും ആദ്യമായിട്ടായിരിക്കും അമ്പത്തഞ്ചോ ആ അപ്പൊ ആ ചെറുക്ക് 2 കൊടുത്തോ കൊടുക്കാൻ പറയണം അപ്പൊ അവൻ പറയും 2 മാസം കഴിയട്ടെ ഞാൻ ശമ്പളം കൂട്ടി കൊടുത്തോളാന്ന് ഹരിയോട് പറയും ആ പിന്നെ ഞാനിത് അച്ഛൻ കമലാധരനെ വിളിച്ചു ഇന്ന് വലിയ മഴയില്ലായിരുന്നു അവനെടുത്തില്ല ഞാൻ പറഞ്ഞു വിളിക്കണ്ട ഞായറാഴ്ച അവൻ എടുക്കത്തേ ഇല്ല അത് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അത് വേറെ എവിടെയെങ്കിലും നോക്കണം ഇപ്പൊ തന്നെ അവള് ബാങ്കുകളിൽ ജോലിക്ക് പോകാന്നും പറഞ്ഞ് പോവാ അവൾക്ക് ബസ് ഇരിക്കാം ഞങ്ങളെ ഇനി അങ്ങോട്ട് അയക്കാൻ പോകില്ല എറണാകുളത്ത് മനോജ് ഉണ്ടായിരുന്നത് മനോജ് പറഞ്ഞ് ഇങ്ങോട്ട് വരാം അയ്യോ അന്ന് ചുറ്റും പഠിച്ചപ്പോ നമ്മൾ വന്നില്ലല്ലോ പിന്നെ അങ്ങനെ ഒരാളുടെ പഠിക്കുന്ന
ഉണ്ട്. ആ പുതിയ സിം അതിനകത്ത് ഇട്ടു. ഞാൻ വരുവായി ചാർജ് ചെയ്താ അവനെ ചാർജ് ചെയ്താണ്. അത് ഞാൻ ശ്രീരാമിനെ കൊണ്ട് ആ ടാബിനകത്ത് ഇടിച്ചു നോക്ക. വന്നപ്പോ ഒരു കവർ അച്ചപ്പം അവൻ കൊടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പൂപ്പനൊന്നും തിന്നില്ല. അപ്പൂപ്പനാണെങ്കിൽ അപ്പൂപ്പന് വിശപ്പ്. അപ്പൂപ്പൻ ഇന്നൊന്നും തോന്നിയില്ല. വിശപ്പൊന്ന് അടക്കി. ഞാൻ മാത്രമേ കൊടുത്തു. അവിടുന്ന് ഞങ്ങള് പിന്നെ ആഹാരം കഴിച്ചുള്ളൂ. ചോറ് വെച്ചിട്ട് അവിടെ ഊണായിരുന്നു. എല്ലാവരും പറയും ബഫയാ കൊണ്ടുപോകാതെ ചോറായിരുന്നു. പിന്നെ ചിക്കനും ആരില്ല. അയ്യോ ജയൻ എന്തോ പറച്ചിലായിരുന്നു. ജയൻ പറയാ അവിടെ അഹങ്കാരം. മനുഷ്യൻ ഇത്ര അഹങ്കാരം ഉണ്ടോ? അവർക്ക് പെൻഷൻ കിട്ടുന്നതിന്റെ അഹങ്കാരമാണ്. ഞാൻ പറഞ്ഞു എന്റെ ചെയ്യാൻ എന്ന് പറയുന്നത് അത് നമ്മുടെ വീടല്ലാതെ വേറൊരു വീട്ടിൽ വെച്ചിട്ട് പറയാതെ അവനെ പുല്ല് വരെ. അതുകൊണ്ടാണ് ഒരു അമ്മയുണ്ട്, ഒരു മോളുണ്ട്. അവനൊന്നും ഇന്നാലും വഴക്കിട്ട് കൊണ്ടുവരാൻ പോയി. ഉണങ്ങാണ്ട് കരുനാഗപ്പള്ളിയുടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ 8 ദിവസം ശ്രീകണ്ഠപുരത്തായിരുന്നു. പ്രതി പറയാ അത് ഇച്ചിരി വിളച്ചിൽ കൂടുതലാണ്. മനസ്സിലായിക്കണം. എടാ എല്ലാരും ഇങ്ങനെ 2 ദിവസം എല്ലാരും കൂടെ കാര്യങ്ങളും കളിയൊക്കെ Rampage! ഞാൻ പറഞ്ഞു പിന്നെ പഴയ വരെയാ പാചകച്ചായ പാചകച്ച് എനിക്ക് കയറുക. അതല്ലടാ പിന്നെ കൂട്ടണമെന്നുണ്ടെങ്കിൽ അതാ അച്ഛനും പറഞ്ഞു ഇനി ആരെയും വിളിച്ചതും വേണ്ട. പിന്നെ പണിയുണ്ട്. വിളിക്കുമ്പോ നമ്മളെ ഒരാളെ ഉപകാരം ചെയ്തു. ഞാനതുകൊണ്ട് ആരെയും വിളിക്കുന്നുണ്ടോ നമ്മൾ മാത്രം. നീയൊക്കെ ഒരു വഴക്കിട്ടില്ലല്ലോ. അവളും പറഞ്ഞു ആരെയും വിളിക്കണ്ട, അയലത്തുകാരെ മാത്രം വിളിക്കാന്ന്. അപ്പുറത്ത് സുജിയും സോമിനിയും കുഞ്ഞുമോനും അവരെയൊക്കെ വിളിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. പഴയ കടയില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇല്ല അല്ല അച്ഛനും അതാ പറഞ്ഞു അവരെ വിളിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആരെയും വിളിക്കണ്ട, പഴയ വരയില്ലേ, ആർക്ക് നിർബന്ധമൊന്നുമില്ല. എങ്ങനെയെങ്കിലും പാചകമാക്കി വീട് പണി കഴിഞ്ഞാൽ കയറുക. ഇന്നാണ് കാണിക്ക് അതൊന്നും വേണ്ട. സിതേച്ചയെ കൊടുത്തു.